അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ലൈവില് കുറച്ച് കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ റെനയും ഷനാസും ഇവരാണല്ലോ ജയിലിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇവർ ജയിലിൽ പോകാനെ കൊണ്ട് ഇവരുടെ അടുത്ത് പറയുന്ന സമയത്ത് ഈ അക്ബർ അവിടെ ഇരുന്നുണ്ട് ഒരു തൊലിഞ്ഞ ഒരു സംസാരം സംസാരിച്ചു. ഈ പുരോഗമന ചിന്താഗതിയാണ്, അല്ലെങ്കിൽ കുലസ്ത്രീയാണ്, മറ്റേതാണ്, മറിച്ചാന്ന് പറയുന്ന ഈ അക്ബറിന്റെ വായിന്ന് ഒരു സംസാരം വീണു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലാലേട്ടൻ ചോദിച്ചിരിക്കണം. ഈ ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലോ വീക്കിലോ ഇത് ചോദിച്ചിരിക്കണം. ഈ അക്ബർ പറഞ്ഞ എന്താണെന്നറിയോ? ഈ റെനയും ഷാനവാസും പോയി കഴിഞ്ഞാൽ, ജയിലിൽ പോയി കഴിഞ്ഞാൽ റെന ഉറപ്പായിട്ടും പ്രഗ്നന്റ് ആവുമെന്ന്. ഇവ എന്ത് സംസാരമാണ് ഇവൻ സംസാരിച്ചത്? ഇന്നലെ ഒനിയൻ സാബു അവിടെ നിന്നിട്ട് ഈ നെവിന്റെ വിഷയത്തിൽ അഭിലാഷിനെയും മറ്റേ ഇവനെയും കെട്ടിപ്പിടിച്ച് അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ അതിനൊരു കുഴപ്പമില്ല. അപ്പൊ ഇവര് ഒരു ആണും പെണ്ണും ഒരു സ്ഥലത്തിരുന്ന് സംസാരിച്ചാലോ, അല്ലെങ്കിൽ അവര് ഒരുമിച്ച് ജയിലിൽ പോയാലോ, അപ്പം അതിന് കുഴപ്പമുണ്ട്. എന്തൊരു സംസാരം! സത്യം പറഞ്ഞാൽ ആ ഒരു സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലൈവില് കാണിച്ചിട്ടുണ്ട്. പിന്നെ എപ്പിസോഡിൽ ഈ സാധനം കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ നമിക്ക് തൊഴുവാണ് ഇവിടെ ബിഗ് ബോസ് ടീമിലെ എഡിറ്റർമാരെ. ഇത്രയും എഡിറ്റ് ചെയ്ത് അവിടെ കളയാൻ പറ്റുന്ന എല്ലാ സാധനവും കളഞ്ഞിട്ടാണ് ബാക്കി അവർ എപ്പിസോഡിനകത്ത് ഇടുന്നത്. ഇവർ കളയാനാണെങ്കിൽ ഇത് മൊത്തം കളയേണ്ടി വരും. ബിഗ് ബോസ് ടീമിന് ഇവർക്ക് എപ്പിസോഡിലെങ്കിലും ആഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണ്ടേ? ഇത് പറയുന്ന മൊത്തവും ഡബിൾ മീനിങ് ഉള്ള സംസാരവും, തെറി വിളി, അത് വിളി എന്ന് വേണ്ട. മഴവിൽ ബിഗ് ബോസ്, ഞാൻ കുറെ കമന്റുകളുണ്ട് കേട്ടോ, മഴവിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട്. കമന്റ് വായിച്ച് ചിരിയോട് ചിരിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ സത്യമാണ് കേട്ടോ, നിങ്ങളും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ലൈക്ക് ബിഗ് ബോസിനായിക്കോട്ടെ, വേറൊന്നുമല്ല, ഷാനവാസിനെ അറിഞ്ഞ് ട്രീറ്റ് ചെയ്ത് കേട്ടോ ബിഗ് ബോസ്. ജയിലിനകത്ത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ജയിലിനകത്ത് ചിക്കൻ ബിരിയാണി കൊടുക്കുന്നത്. ഇന്ന് റെനയ്ക്കും ഷാനവാസിനും ചിക്കൻ ബിരിയാണി കൊടുത്തു. മറ്റുള്ള എല്ലാവർക്കും കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ സാധാരണ ഇവര് ജയിലിൽ ഇങ്ങനെയുള്ള ഫുഡൊന്നും കൊടുക്കത്തില്ല. അകത്തിരുന്ന ആൾക്കാർ ചിക്കനും മട്ടനും തിന്നുമ്പോൾ ജയിലിനകത്ത് വല്ല കഞ്ഞിയും പയറൊക്കെയാണ് കൊടുക്കുന്നത്. കഞ്ഞിയും പയറും, പിന്നെ ഏതെങ്കിലും ടാസ്ക്, വല്ല മാവ് കലയ്ക്കുന്നോ, അരി കലയ്ക്കുന്നോ, അപ്പം ചൂടുന്നോ, എന്തെങ്കിലുമൊക്കെ ടാസ്ക് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ചപ്പാത്തി ചൂടാനും ചപ്പാത്തി മാവ് കുഴച്ച് വയ്ക്കുന്നതൊക്കെ ടാസ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം ഇന്ന് ബിരിയാണി കൊടുത്തു. എല്ലാത്തിനും നല്ല അടിച്ചിട്ട് അങ്ങോട്ട് കൊടുത്തു. അഭിലാഷം വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബിരിയാണിയോ? നിങ്ങൾക്ക് ആരാ ബിരിയാണി കൊണ്ട് തന്നെ? അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഉള്ളവർക്കെല്ലാം ബിരിയാണി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു ലെറ്റർ കൊടുക്കുന്നു, ആ ജയിലിൽ കിടക്കുന്ന അവർ കൂടെ കൊണ്ട് ബിരിയാണി കൊടുക്കാൻ. അറിഞ്ഞ് ബിഗ് ബോസ് ട്രീറ്റ് ചെയ്ത് കേട്ടോ. അതുപോലെ ജയിലിനകത്ത് ഒരു പണിഷ്മെന്റും കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ്റെ അടുത്ത് ഒരു 3 പ്രേമലേഖനം എഴുതാൻ, ലാലേട്ടനെ പറ്റിയിട്ട് ഒരു 3 പ്രേമലേഖനം എഴുതാൻ റെനെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും. സത്യം പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഈ കഴിഞ്ഞ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് ഈ ഒരു ജയിൽ ടാസ്ക് ഇവർക്ക് ഇത്രയും ഈസി ആക്കി കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും പണിയല്ലേ ഷാനവാസ് എടുത്തത്. നേരെ മറിച്ച് ഷാനവാസിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ നല്ല പണി ബിഗ് ബോസ് ടീം കൊടുത്തേനെ, നല്ല പണി കൊടുത്തേനെ. അപ്പം എന്തായാലും അതിനൊരു ലൈക്ക് ബിഗ് ബോസിന്. കാരണം ആ മനുഷ്യൻ നല്ല പണി എടുത്തതേ, നല്ല പണിയെടുത്ത്. അത് മാത്രമല്ല, അത്രയും എല്ലാവരും കൂടെ വന്ന ഗസ്റ്റ് ഉൾപ്പെടെ ഷാനവാസിന്റെ മേല് തിരിഞ്ഞിട്ട് ആക്രമിച്ച് അപമാനിച്ചിട്ട് പോലും സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്നു. അതാണ് മത്സരാർത്ഥി, അതാവണം മത്സരാർത്ഥി. ഓക്കെ, ഇനി ലൈവില് ഈ ഷാനവാസ് സാബുമോന്റെ അടുത്ത് ഈ മറ്റേ നെവിനുണ്ടല്ലോ, ആ സുഗു, അവൻ ചെയ്തിട്ടുള്ള വൃത്തിയേട് പറഞ്ഞു. അപ്പം അതിൻ്റെ ചെറിയൊരു അംശമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഷാനവാസ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് സാബുവൻ വിളിക്കുന്നുണ്ട്, ഷാനവാസിക്ക് അന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നത് എന്താടാന്ന് ചോദിക്കുന്നുണ്ട്. ഇക്കാക്ക് നെവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അത് ഉള്ളതാണോ, നെവിൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ അഭിലാഷും അതുപോലെ ഒനിയനും അക്ബറും ഇവരെല്ലാം പറയുന്നത്, നിങ്ങൾ നെവിൻ പോയ സമയത്ത് നിങ്ങളൊരു കോംബോ പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് വല്ല സത്യം ഉണ്ടോ എന്ന് ഈ സാബ് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അഭിലാഷും വരുന്നുണ്ട്, അഭിലാഷിനെയും വിളിച്ച് അടുത്ത് നിർത്തുന്നുണ്ട്. അപ്പം ഈ ഷാനവാസ് പറഞ്ഞ കാര്യം എന്തെന്നറിയോ? അക്ബറിനെക്കാളും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് ഈ നെവിനോടാണ്. അതുപോലെ ഫ്രണ്ട്ഷിപ്പും വെച്ചിരുന്നത് ഈ നെവിനോടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം ഇങ്ങനെ ഉണ്ടായിട്ട് പോലും ഞാനിത് അവനെ നാണം കെടുത്തുന്ന രീതിയിൽ അവനിക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് ഞാൻ പറയാതിരുന്നതെന്ന് ഈ ഷാനവാസ് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് പറയുന്നതാണ്, ഇവനിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇവനോട് ഞാൻ പലവട്ടം പറഞ്ഞാണ് അത് പുറത്ത് ബോഡിയിൽ ടച്ച് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും ടച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, ഇവനുണ്ടല്ലോ രാത്രിയിൽ ഇവൻ കാലെടുത്ത് പുറത്തോട്ടിടുക, അങ്ങനെയൊക്കെ കുറെ ഗോഷ്ഠികൾ ഇവൻ കാണിക്കുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവൻ ചെയ്തിട്ടുള്ള കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്നിട്ടും ഷാനവാസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കാലെടുത്ത് പുറത്തോട്ടിടുന്നു, മറിച്ചോട്ടിടുന്നു. അപ്പം ഓൾറെഡി നമുക്ക് നെവിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇപ്പം ഓടിച്ചെന്നിട്ട് എല്ലായിടത്തും എക്സ്പോസ് ചെയ്തിട്ടാണ് ഇവൻ തൊടുന്നതും പിടിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അവിടെ വേറെ ആൾക്കാർക്കും അവിടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവർ പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ജിസേലിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ജിസേൽ ദേഷ്യപ്പെട്ടൊക്കെ കണ്ടിട്ടുണ്ട്, നോക്കിയിരുന്നിട്ട് അങ്ങോട്ട് മാറിയൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ലൈവിനകത്ത് കണ്ടതാണ്. അപ്പം ഇവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഷാനവാസ് ഇപ്പം അത് പറഞ്ഞു. ഇതല്ല, ഇതിലും മോശമായിട്ട് സംഭവിച്ചെന്നാണ് പറയുന്നത്. അതാണ് പുള്ളിക്ക് അത്രയും വിഷമമായത്. അതാണ് ബിഗ് ബോസിന്റെ അടുത്ത് കൺഫ്യൂഷൻ റൂമിൽ ചെന്നിട്ട് പോലും പരാതി പറഞ്ഞു, ഇവനെ മാറ്റിക്കിടത്തണം, വേറെ ഓപ്ഷൻ ഇല്ല, തറയിറങ്ങി കിടക്കാൻ പറ്റും, അതുമില്ല. ഈ പണ്ടാരൻ ഈ ഇല്ല പാവി ചെല്ലുന്ന പാതാളം എന്ന് പറഞ്ഞാല് കറക്റ്റ് ഷാനവാസിന് തന്നെ ഇവനെ കിട്ടി. ആദ്യം ഇവന്റെ ബെഡ് ഷെയർ ചെയ്യാനെ കൊണ്ട്, ഇവന്റെ അടുത്ത് കിടക്കാനെ കൊണ്ട്. അപ്പം ഷാനവാസ് അതുകൊണ്ടാണ് ബെഡ് മാറിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ പിറ്റേന്ന് ഈ നിവിൻ വന്നിട്ട് ഷാനവാസ് ബെഡ് മാറണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിറ്റേന്ന് ഇവൻ വന്നിട്ട് ഞാൻ മാറിക്കോളാന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇതുവരെ എൻ്റെ അടുത്ത് അവൻ മിണ്ടിയിട്ടില്ലെന്നും പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കണ്ടൊരു കുക്കീസോ ബിസ്ക്കറ്റ് അവൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സമയത്ത് എനിക്ക് തന്നു, ഞാനത് കൊള്ളാമെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഇതുവരെ ഇവൻ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ലെന്നും പറയുന്നു. ശരിയാണ്, ഇന്നലത്തെ ലൈവിനകത്തും ഇവൻ ഉണ്ടല്ലോ, ഇപ്പം ഈ കിച്ചൺ ക്യാപ്റ്റൻ അനുവിൻ്റെ അടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ എടുക്കുന്ന ഗോതമ്പ് ആട്ടയും കണ്ട് എന്തെങ്കിലും ഉരുട്ടിയിട്ട് ഒരു ബിസ്ക്കറ്റോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. അപ്പം ജിഷൻ ചോദിക്കുന്നുണ്ട്, ഇത് ഉണ്ടാക്കാൻ ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. ക്യാപ്റ്റൻ അനുമതി തന്നു, കിച്ചൺ ക്യാപ്റ്റൻ അനുമതി തന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എന്താ പറഞ്ഞെന്നറിയോ, പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്റെ മുമ്പിൽ വെച്ച് തന്നെ ജിഷൻ പോയി. അപ്പോൾ ഇവൻ വന്നിട്ട് അനുവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഇവന്റെ മുമ്പിൽ വെച്ച് തന്നെ ജിഷൻ ചോദിച്ചു, നിങ്ങളിത് പറഞ്ഞു, അനുവാദം കൊടുത്തിയാണോ ഇത് ഉണ്ടാക്കാനെ കൊണ്ട്? അപ്പം അനു പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ അനുവാദം കൊടുത്തിട്ടല്ല. അപ്പം ജിഷൻ ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിവിനെ നീ പിന്നെ എന്തിനിത് എടുത്തു, നീ കള്ളം പറഞ്ഞാന്ന് നോക്കുമ്പോഴത്തേക്ക് നീയും പറയാം, അങ്ങനെ ഞാൻ പലതും പറയുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കിച്ചണിൽ ചെന്നിട്ട് പറയുവാണ്, എനിക്ക് അപമാനം ഉണ്ടായതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഇതെന്ന്. അങ്ങനാണോ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ ഇവനെ ചെവി പിടിച്ച് പുറത്തെടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. ഇവൻ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ, അവിടെ ഇനി എന്തും ചെയ്യാം. ഈ ഷാനവാസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവനങ്ങ് അപമാനപ്പെട്ട് അവന്റെ തൊലി ഉരിഞ്ഞു പോയി. അതുകൊണ്ട് ഇനി അവനിക്ക് അവിടെ എന്തും ചെയ്യാം, റൂൾസ് ഒന്നും ഫോളോ ചെയ്യേണ്ട, റൂൾസ് ഒക്കെ ബ്രോക്ക് ചെയ്ത് നടക്കാന്നുള്ളൊരു ധാരണയിലാണ് ഇവൻ നിൽക്കുന്നത്. ഇവിടെ 24/7 കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവിനകത്ത് ഒരു 23 മണിക്കൂർ ഇവൻ തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവനിക്ക് മാത്രം എന്തോ അവിടെ വല്ല എന്തെങ്കിലും കൊമ്പുണ്ടോ? ഭയങ്കര മോശം കേട്ടോ, ഭയങ്കര. നിവിനൊന്നും ബിഗ് ബോസിനകത്ത് തുടരാനുള്ള ഒരു അർഹതയും നിവിനില്ല, ഒരു ക്വാളിറ്റിയും ഇല്ല. എന്നിട്ട് പ്രവീണിന്റെ അടുത്ത് പറയുന്നുണ്ട്, സോറി പ്രവീണിന്റെ അടുത്തല്ല, ആ വാഴയുടെ പേര് എനിക്ക് ഓർമ്മ വരും. അവൻ ഇപ്പം കുറെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് മറ്റേ അനീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. അപ്പം അഭിലാഷിന്റെ അടുത്തും സാബുവിന്റെ അടുത്തും പിന്നെ ഈ കണ്ടന്റിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം അഭിലാഷ് പറയുന്നുണ്ട്, പിന്നെ ഇക്ക എന്തുകൊണ്ട് അന്ന് നിവിൻ ഇറങ്ങിപ്പോയ സമയത്ത് ഇവിടുത്തെ ഒരു കോംബോ അല്ലെ ഒരു കണ്ടന്റ് പോയി എന്ന് പറഞ്ഞതിന്റെ എന്തുദ്ദേശത്തിലാണ് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മുമ്പേ ചോദിക്കാറുണ്ടേ. അഭിലാഷൊക്കെ ചുമ്മാ കണക്കാ. അഭിലാഷൊക്കെ എന്താ ചെയ്യുന്നറിയോ, അവിടെ ചെന്നിരുന്ന് ഇവരെ കുറ്റപ്പെടുത്തി പറയും, ഇവിടെ ചെന്നിരുന്ന് അവരെ കുറ്റപ്പെടുത്തി പറയും. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഈ അഭിലാഷിന്റെ അടുത്തൊക്കെ. അവിടെ ചെന്ന് സോപ്പിട്ട് സംസാരിക്കും, ഇവിടെ ചെന്ന് സോപ്പിട്ട് സംസാരിക്കും. ഇപ്പൊ ഇവിടെ ഷാനവാസിന്റെ അടുത്തൊക്കെ എന്തോ ഒരു മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും ദിവസം ഷാനവാസിനെ കുറ്റപ്പെടുത്തിയിട്ട് ഈ പറയുന്ന അക്ബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ അഭിലാഷ് ആയിക്കോട്ടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു വാക്ക് ചോദിച്ചിട്ടില്ലല്ലോ ഇവരാരും. ഷാനവാസിക്കാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇപ്പം വന്നിരുന്നിട്ട് എന്താണ് സംഭവിച്ചത്, ആ നെവിൻ ഇറങ്ങിപ്പോയ സമയത്ത് ഒരു കണ്ടന്റ് പോയത് എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പം ചോദിക്കുന്നു. അപ്പൊ ഷാനവാസ് പറഞ്ഞു, എടാ അവൻ ഇവിടെ ഒരു എന്റർടൈനർ ആയിരുന്നു, ഞാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അവനിവിടെ എല്ലാവരെയും എന്റർടൈൻ ചെയ്ത് പാട്ടും പാടി ഡാൻസും കളിച്ച് നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അവൻ പോയോണ്ട് ഇവിടുത്തെ ഒരു എന്റർടൈൻമെന്റിന്റെ കണ്ടന്റ് നഷ്ടപ്പെട്ടു. ഞാൻ അത് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഇതൊക്കെ ഇവർ വളച്ചൊടിച്ച് ഒരു പരുവമാക്കിയിട്ട് എല്ലാവരും കൂടെ ഷാനവാസിനെ അമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കിയത്. പക്ഷെ ഷാനവാസ് ഞാൻ പറയാമല്ലോ, നല്ല അടിപൊളി മനുഷ്യനാണ് കേട്ടോ, ഡീസൻറ്റ് വ്യക്തിയാണ്, നല്ല പുള്ളി നല്ല ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്, അതിൽ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രമാണ് അനീഷിനെ പുള്ളി ചേർത്ത് നിർത്തുന്നത്. കാരണം അത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും ഈ അനീഷാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും. അപ്പോൾ അതുപോലെ തന്നെ അനീഷിനെയും പുള്ളി ചേർത്ത് നിർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആദിലയുടെ കൂടെ ചേർന്നിട്ട് നൂറായും കൂടെ ഇപ്പം ആ ഒരു പാറ്റേൺ, ആദിലയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് പിൻപറ്റുവാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ലൈവിനകത്ത് അനുമോളെടുത്ത് ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട്, നൂറാടുത്തും അതുപോലെ അതിലേക്ക് ഇരിക്കുന്ന സമയത്ത് നൂറാടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായി ഇന്നലത്തെ കാര്യം. ഇന്നലെ ഇവർ രാവിലെ ഒരു 3:30 ഷാനവാസും അതുപോലെ നൂറായും അതിലേക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് അനുമോൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനുമോൾ പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്തു, അവിടെ മാറിക്കിടന്ന് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കാരി കേട്ടില്ല. അപ്പോൾ എന്തായെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതൊക്കെ കോംപ്രമൈസ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നൂറ് ഒരു കാര്യം പറയുന്നുണ്ട്, ഷാനവാസിക്ക് ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ എന്തൊക്കെയാണ് പുള്ളി കാണിച്ചു കൂട്ടിയിട്ടുള്ളത്, പുള്ളിക്ക് മൊത്തം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ഈ നൂറ പറയുവാണ്. അതുപോലെ പുള്ളി പല കാര്യങ്ങളും ടാസ്കിൽ നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ എല്ലാം പേഴ്സണലായിട്ടാണ് എടുക്കുന്നതെന്നാണ് ഈ നൂറ പറയുന്നത്. എന്ത് കാര്യമാണ് ഷാനവാസ് പേഴ്സണലായിട്ട് എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. ഷാനവാസിന് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം ഇവിടെ എന്തുകൊണ്ട് ഈ നൂറ ആദിലെ കുറ്റപ്പെടുത്തുന്നില്ല? ഇതിനെല്ലാം തുടക്കം കുറിച്ച് വെച്ചിട്ടുള്ളതും അടിയിൽ കൂടെ നിന്ന് കാലുവാരി കളിച്ചതും ആദിലയാണ്. ഈ നൂറ എന്തുകൊണ്ട് ആദിലെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നില്ല? ആദിലേക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയെന്ന് സംസാരിക്കുന്നില്ല? ഇവിടെ ഷാനവാസിനുണ്ടായ ഒരു അനുഭവമാണ് മറ്റൊരാൾക്കും അവിടെ ഉള്ള ഒരാൾക്കും സംഭവിക്കാത്തൊരു അനുഭവം. ഒരുപക്ഷെ ഷാനവാസ് ഇത് പുള്ളിക്കാരൻ ഓപ്പണായിട്ട് അത് അന്ന് ഈ കാര്യം ഈ നെവിൻ്റെ അടുത്ത് പറഞ്ഞു, നെവിനെ വിലക്കൊണ്ടായിരിക്കും ഈ നെവിൻ ചിലപ്പോൾ വേറെ ആൾക്കാരുടെ അടുത്ത് ഇത് കാണിക്കായിരുന്നത്. അങ്ങനെയുണ്ട്. പേടിച്ചു പോയി കാണും. പേടിച്ചിട്ടായിരിക്കും ഈ ഷാനവാസ് ഇനി വേറെ ആരെങ്കിലും പറയുമോ, ഈ ഒരു വിഷയം എടുത്തിടുമോ എന്നൊക്കെ ഭയന്നിട്ടായിരിക്കാം വേറെ ആൾക്കാരടുത്ത് പറയായിരുന്നത്. അല്ലെങ്കിൽ ഈ ഷാനവാസിൻ്റെ അടുത്ത് കാണിച്ചത് മറ്റുള്ള ആൾക്കാരുടെ അടുത്തും ഈ നെവിൻ ഉറപ്പായിട്ടും കാണിച്ചേനെ. അപ്പം എന്തായിരുന്നാലും ഈ നൂറ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. സംഭവം ഓക്കെയാണ്, നൂറയുടെ ക്യാരക്ടറൊക്കെ ഓക്കെയാണ്, മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ രണ്ട് വെള്ളത്തിൽ നിന്ന് ചവിട്ടി സംസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ നൂറ കാരണമാണ് ഈ ഒരു വിഷയം കോംപ്രമൈസ് ആവാൻ തന്നെ ഒരു കാരണം. ഷാനവാസിനെ വിളിച്ചിരുത്തി സംസാരിക്കാൻ തന്നെ ഒരു കാരണം. ഈ നൂറാക്ക് പേടിയുണ്ട്, ആദിലെ ഇവിടുന്ന് പോവും, ആദിലെ എടുത്ത് വെളിയിൽ കളയും, ആദിലെ എടുത്ത് ഫയർ ചെയ്യും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഇന്നലെ മൊത്തം ലൈവിനകത്ത് ആദിലെ ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു. അടുത്ത് നൂറ പോയി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, നമ്മൾ കാണാത്ത കാര്യങ്ങൾ പോലും ഉണ്ട്. കാരണം ഈ ലൈവിനകത്ത് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ലൈവിനകത്ത് വരുന്ന തെറിയും എന്നിട്ടും നമ്മൾ പല തെറിവാക്കുകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രം ഈ എഡിറ്റർ ഇരുന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്തിട്ടായിരിക്കും വിടുന്നത്, എന്നിട്ടും അവർക്ക് പറ്റുന്നില്ല, എന്നിട്ടും അതിനകത്തും കയറി വരുന്നുണ്ട് മോശമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളും. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക.